ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 29/6/2024 നടന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ക്ലോസ് സ്യൂട്ടബ്ലി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദ വെഡ്ഡിങ് ഐ ഡാഷ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കുഡ് ഹാവ് മെറ്റ് ഹിം. അതായത് ഈഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻ ക്ലോസിൽ ഒന്നുകിൽ വുഡ് ഹാവ് പ്ലസ് V3 എന്ന് വരും, അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 എന്ന് വരും, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 എന്ന് വരും, അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 എന്ന് വരും. അപ്പോൾ ഇവിടെ ഈഫ് ക്ലോസിൽ ഹാഡ് അറ്റൻഡഡ്, അപ്പോൾ ഹാഡ് പ്ലസ് V3 വന്നു. അപ്പോൾ അത് മെയിൻ ക്ലോസിലുള്ളത് ഇവിടെ തന്നിരിക്കുന്നതിൽ കുഡ് ഹാവ് മെറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ഓപ്ഷൻ സി കൊളീഗ്. കൊളീഗിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്, COLLEAGUE. കൊളീഗ് എന്ന് വെച്ചാൽ സഹപ്രവർത്തകൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ബാഡ് വെതർ. കോൾഡ് ഓഫ്. കോൾഡ് ഓഫ് എന്ന് വെച്ചാൽ ക്യാൻസൽ, അതായത് റദ്ദാക്കി. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്, കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. ഇത് ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ പറഞ്ഞുതരാം. ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ, അതായത് ഒരാളെ വിസിറ്റ് ചെയ്യുന്നതാണ്. ഈ പേഴ്സൺ എന്നതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? PERSON. അപ്പോൾ അത് അവസാനിക്കുന്നില്ല, ON-ലല്ലേ അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൾഡ് ഓൺ, ON-ൽ അവസാനിക്കുന്നത്. കോൾഡ് ഓൺ, ON. വിസിറ്റ് പേഴ്സൺ ആകുമ്പം പേഴ്സണിനകത്ത് ലാസ്റ്റ് ON-ൽ അവസാനിക്കുന്നത്. അപ്പോൾ ആ ON വരുന്നത് കൊണ്ട് അത് കോൾഡ് ഓൺ എന്ന് വെച്ചാൽ വിസിറ്റ് പേഴ്സൺ ആയിരിക്കും. അപ്പം മറ്റേതെന്തായിരിക്കും? വിസിറ്റ് പ്ലേസ് ആയിരിക്കും, ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നത്, അതായത് കോൾഡ് അറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഹി യൂഷ്വലി ഡാഷ് ടു ദ ഓഫീസ് ബൈ ബസ്. ഗോസ്. അവൻ എന്നും ബസ്സിലാണ് ഓഫീസിലേക്ക് പോകുന്നത്. അതായത് ഈ റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹി ഗോസ് എന്ന് വന്നത്. ഓഫീസിലാകുമ്പോൾ ഓഫീസിൽ പോകുക എന്ന് പറയുമ്പോൾ അതൊരു റെഗുലർ ആയിട്ടുള്ള കാര്യമാണല്ലോ, എന്നും ഓഫീസിൽ പോകുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് വെർബ്. ദ കട്ട്ലറി ഐ ബോട്ട് എസ്റ്റർഡേ ഡാഷ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഈസ്. ദ കട്ട്ലറി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതൊരു സിംഗുലർ വേർഡാണ്, അപ്പോൾ അതിൻ്റെ കൂടെ സിംഗുലർ ആയിരിക്കും വരുന്നത്. ഇവിടെ ഓപ്ഷൻസിൽ സിംഗുലർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈസ് ആണ്. കട്ട്ലറി എന്ന് വെച്ചാൽ കത്തി. ദ കട്ട്ലറി എന്ന് പറയുമ്പോൾ ആ കത്തി. ഐ ബോട്ട് എസ്റ്റർഡേ ഡാഷ് ക്വൈറ്റ് എക്സ്പെൻസീവ്, ഈസ് എക്സ്പെൻസീവ്. എസ്റ്റർഡേ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും, അത് പാസ്റ്റ് ടെൻസ് ആണോ എന്ന്. പക്ഷേ കട്ട്ലറി സിംഗുലർ ആയതുകൊണ്ട് ഈസാണ് വരുന്നത്. പിന്നെ ആ സെൻറ്റൻസ് വായിക്കുമ്പോഴും നമുക്ക് ഈസേ വരുള്ളൂ, കാരണം അതിൻ്റെ മീനിങ് ഇതാണല്ലോ. ദ കട്ട്ലറി ഐ ബോട്ട് എസ്റ്റർഡേ ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഇന്നലെ ഞാൻ വാങ്ങിച്ച കത്തി എക്സ്പെൻസീവ് ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് ആണെന്നല്ലേ പറയുന്നത്, അല്ലാതെ കത്തി എക്സ്പെൻസീവ് ആയിരുന്നു എന്ന് പറയൂ ഇല്ലല്ലോ. അപ്പം അങ്ങനെ അത് ഈസാണ് വരുന്നത്. രണ്ട് രീതിയിലും മനസ്സിലാക്കാം ഈസാണെന്ന്. വിച്ച് among the following is an adjective? ഓപ്ഷൻ ബി മുണ്ടേൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. someone has asked John to make a speech at the meeting. ഓപ്ഷൻ സി, John has been asked to make a speech at the meeting by someone. ആക്റ്റീവ് വോയിസിൽ ഹാസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഹാസ് ബീൻ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഇവിടെ ഓപ്ഷൻ സിയിലാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദി ഓപ്ഷൻസ് വിച്ച് മീൻസ് ടു സ്വിയർ ഫാൾസ്ലി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പെർജൂറി. ടു സ്വിയർ ഫാൾസ്ലി എന്ന് വെച്ചാൽ കള്ളസാക്ഷ്യം പറയുക. പെർജൂറി എന്ന് വെച്ചാൽ കള്ളസാക്ഷ്യം.
അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ഓപ്ഷൻ ഡി ഷാൽ വി. ലെറ്റ്സ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ വിയേ വരുള്ളൂ. എപ്പോഴും ഷാൽ വി ആയിരിക്കും വരുന്നത്. ലെറ്റ്സ് വന്നാൽ ഷാൽ വി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ദി വേർഡ് പെൻസീവ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കണ്ടംപ്ലേറ്റീവ്. പെൻസീവ് എന്ന് വെച്ചാൽ ചിന്താകുലമായത് അല്ലെങ്കിൽ ധ്യാനാത്മകമായ, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്